രാജിവെക്കും. അതെ, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നിലവിൽ സസ്പെൻഷനുള്ള മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. അതേ, KPCC പ്രസിഡന്റിന്റെ തീരുമാനം വന്നിരിക്കുന്നു. നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതായത് അതിജീവിതയ്ക്കൊപ്പം രണ്ടാമതൊരാൾ കൂടി ഇയാൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ പരാതി നൽകാൻ പോലും ഭയമാണ് എന്ന രീതിയിലേക്ക് KPCC പ്രസിഡന്റിന് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം എത്തിയിരുന്നു. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് കോൺഗ്രസിനെ ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതായത് 2 ബിഗ് ബ്രേക്കിംഗ് ആണ്. 2 ബിഗ് ബ്രേക്കിംഗ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു, പിന്നാലെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നു. മാർഷൽ, ഒരു കാര്യം, അത് എത്രത്തോളം ഒരു പക്ഷേ നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാഷ്ട്രീയമായിട്ട് ഒരു പുറത്താക്കലിലേക്ക് എത്തുമ്പോൾ നൽകുന്ന വിശദീകരണം അത് എത്രത്തോളം വിശദീകരിക്കാൻ കഴിയുന്നതാണ്? എന്തൊക്കെ ഈ പുറത്താക്കൽ നടപടിക്ക് പിന്നാലെ കോൺഗ്രസ് നൽകുന്ന വിശദീകരണം കൂടി എന്താണ്? അതായത് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ആദ്യമേ തന്നെ വിശദീകരണം നൽകിയിരുന്നു. കോൺഗ്രസിന്റെ വിശദീകരണം എന്ന് പറയുന്നത്, ഒരു പരാതി ഉയർന്നപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി, ഞങ്ങൾ അദ്ദേഹത്തെ നിയമസഭയെ പോലും കോൺഗ്രസിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് മാറ്റി നിർത്തി, അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു, സസ്പെൻഷനിലാണ് അദ്ദേഹം എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ നടപടിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്നുള്ള നിർദ്ദേശം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയ സാഹചര്യത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം എടുത്തും ഇനിയും പാലക്കാടിന് MLA ആയിട്ടിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് MLA സ്ഥാനവും രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ്. നമ്മൾ പറഞ്ഞു കേട്ടത്, മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ ഉടനടി MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുമെന്നാണ്. അതെപ്പോൾ ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ KPCC പ്രസിഡന്റ് നൽകിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങൾ, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ, ജാമ്യം തള്ളിയ സാഹചര്യം, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ പുറത്താക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുന്നിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും, മുൻ KPCC പ്രസിഡന്റുമാരെല്ലാവരും ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യം, MLA സ്ഥാനവും അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇനിയും അറസ്റ്റിലാകും, അല്ലെങ്കിൽ അദ്ദേഹം